അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച പുതിയ നിയമ ഉടമ്പടിയുടെ ഓർമ്മ ആചരണത്തിൻ്റെ ദൈവവചന വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആ ആചരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനു മുൻപായിട്ട് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് മറ്റ് ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചു വരുന്നത്, റോമൻ മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴെയുള്ള നാമധേയ ക്രൈസ്തവ സഭകളുടെ അവരുടെ സഭാ നിയമങ്ങളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും ദൈവവചനപ്രകാരം തെറ്റാണ്, ദൈവവചനത്തോട് ബന്ധമില്ലാത്തതാണ്, സത്യദൈവത്തോട് ആത്മാവാകുന്ന സത്യദൈവത്തോട് ബന്ധമില്ലാത്തതാണ് എന്ന് തെളിയിക്കുന്ന, ദൈവവചനപ്രകാരം തെളിയിക്കുന്ന ആ ദൈവവചന സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കത്തോലിക്ക സഭ, അതായത് മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴെയുള്ള എല്ലാ സഭകൾ, എല്ലാ നാമധേയ ക്രൈസ്തവ സഭകളും ആചരിച്ചു പോരുന്ന ഒരു വളരെ വളരെ ഭയഭക്തിയോടുകൂടി അവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് ദിവ്യബലി എന്നാണ് അവരതിന് പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ആ സഭയിലായിരുന്നപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. വളരെ ഭവ്യതയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി, വളരെ ഭയഭക്തിയോടുകൂടിയാണ് ദിവ്യബലി അഥവാ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അന്നത് ഞാൻ പിഞ്ചെന്നു പോകുന്ന പാരമ്പര്യവും എന്നെ പഠിപ്പിച്ച സഭകൾ, ഞാനായിരുന്ന സഭ എന്നെ പഠിപ്പിച്ചതുമായ ആ കാര്യമായിരുന്നു ഞാനങ്ങനെ പോയത്. ഞാൻ ദൈവവചനം എൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പാരമ്പര്യമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമോ പഠനമോ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പഠനം സഭകളിലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഞാനായിരുന്ന റോമൻ കത്തോലിക്ക സഭയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴെയുള്ള ഒരു സഭകളിലും ഇങ്ങനെ ദൈവവചനത്തെ പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യമോ ദൈവവചനത്തെ അറിയുവാനായിട്ട് വിശ്വാസികളെയോ പുരോഹിതന്മാരെയോ സഹായിക്കുന്ന ഒരു രീതി ആ കാലഘട്ടങ്ങളിലും ഇല്ലായിരുന്നു, ഈ കാലഘട്ടങ്ങളിലും ഇല്ല. കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെറ്റ് തിരുത്താൻ കഴിയുമായിരുന്നു. ഈ ദിവ്യ ബലി അർപ്പണം നിർത്തിയനെ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചു പോകുന്നതായിട്ടുള്ള വിഗ്രഹാരാധന, അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനകൾ, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ വിശുദ്ധ ദിവ്യ ബലി എന്ന് പറയുന്ന ആ കാര്യം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കാര്യം, ഇതെല്ലാം ദൈവവചനവുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ മതങ്ങളുടെ, ഈ മാർപ്പാപ്പയുടെ കീഴിലുള്ള മതങ്ങൾ അവർ ഉണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും, അതായത് കാനോൻ നിയമം എന്നാണ് അതിന് പറയുന്നത്. കാനോൻ നിയമം ഈ സഭകളുണ്ട്, ഈ നിയമങ്ങൾക്ക് പറയുന്ന കാനോൻ നിയമങ്ങൾ. അങ്ങനെ കാനോൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യങ്ങളാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം. അതിന് ദൈവത്തിൻ്റെ വചനത്തോടോ ജീവിക്കുന്ന ദൈവത്തോടോ ക്രിസ്തുവിനോടോ പരിശുദ്ധാത്മാവിനോടോ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോടോ അതിന് ബന്ധമില്ല. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഈ പറഞ്ഞ പോലെ വിഗ്രഹാരാധന എന്താണ്, വിഗ്രഹാരാധന പാടുണ്ടോ, അത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് അനുവാദമുണ്ടോ തിരുവചനപ്രകാരം, അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കുവാൻ അനുവാദമുണ്ടോ എന്നൊക്കെ കാര്യം ചിന്തിച്ചു. അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന, മധ്യസ്ഥൻ ആരാണ്, ആരോടാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത്, വിശുദ്ധന്മാരാരാണ്, ദൈവസഭയിലെ വിശുദ്ധന്മാരാരാണ്, മനുഷ്യൻ വിശുദ്ധീകരിച്ചവരാണോ ദൈവം വിശുദ്ധീകരിച്ചവരാണോ വിശുദ്ധന്മാർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഈ മതത്തിൻ്റെ, അതായത് മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴെയുള്ള മതങ്ങളുടെ അത് ദൈവവചനവുമായിട്ട് ബന്ധമില്ല. നമ്മൾ ദൈവവചനത്താൽ തെളിയിച്ച കാര്യമാണ്. അതായത് ദൈവവചനത്താൽ സംശയലേശമെന്ന് തെളിയിച്ച കാര്യമാണ്. പിന്നെ രണ്ടാമതുമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ കുർബാന. നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം വിശുദ്ധ കുർബാന അഥവാ വിശുദ്ധ ദിവ്യ ബലി എന്നൊക്കെയാണ് അവരിതിനെ വിളിക്കുന്നത്. അങ്ങനെ ഈ ദിവ്യ ബലി അഥവാ വിശുദ്ധ കുർബാന
എന്നുള്ള സംഭവം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ, ദൈവവചനവുമായി അതിന് ബന്ധമുണ്ടോ എന്നതാണ് നമ്മൾ ഇന്നേ ദിവസം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആമുഖം എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരായ ഗ്രന്ഥകർത്താക്കൾ, അതായത് ലേഖനങ്ങൾ എഴുതിയവരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ലേഖനങ്ങളിലൂടെ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഭൂതങ്ങളുടെ മേശമേലും കർത്താവിൻ്റെ മേശമേലും പങ്കാളികളാകരുത് എന്നാണ്. ഭൂതങ്ങളുടെ മേശമേലും കർത്താവിൻ്റെ മേശമേലും പങ്കാളികളാകരുത്. ഭൂതങ്ങളുടെ മേശമേൽ പങ്കാളികളാകുന്നവർ ഒരിക്കലും കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകരുത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നവർ ഒരിക്കലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളികളാകരുത്. നമ്മൾ വേർപാട് എന്നുള്ള ഉപദേശത്തിൻ്റെ ആ സമയത്ത് നമ്മൾ ഈ കാര്യം ചിന്തിച്ചതാണ്. പിന്നെ ക്രിസ്തുവിനും ബലിയാലിനും, അതായത് ബലിപീഠത്തിനും ക്രിസ്തുവിനും തമ്മിൽ എന്തു ബന്ധം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴത്തേക്ക് ഈ വിഷയം ചിന്തിച്ചതാണ്. അന്നേരം അവൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ചിന്തിച്ചതാണ്. അപ്പോൾ അവിടെ പറയുന്ന ഇതാണ്, ഇവിടെ ഇതാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മാതൃക, കാര്യം കർത്താവായ യേശുക്രിസ്തു പെസഹ തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം, തൻ്റെ ക്രൂശീകരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ ദിവസമാണ് ഈ കാര്യം, അതായത് ഈ പുതിയ നിയമ ഉടമ്പടി ചെയ്യുന്നത്, തൻ്റെ രക്തത്താൽ പുതിയ നിയമ ഉടമ്പടി ചെയ്യുന്നത്. അത് കർത്താവ് തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട്. 3 സുവിശേഷങ്ങളിലും കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. കാര്യം തൻ്റെ ശരീരവും രക്തവും ത്തിൻ്റെയും പ്രതീകമായ വീഞ്ഞുകളെ എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഇത് ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് കർത്താവ് ദർശനത്തിലൂടെ ഡയറക്റ്റ് വന്ന് ദർശനത്തിലൂടെ കർത്താവ് പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യം കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിലുണ്ട്. അത് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്താണ് അതിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അന്ന് നമ്മൾ അതിൻ്റെ ആ വേർപാട് എന്നുള്ള വിഷയത്തെക്കുറിച്ച് അതിനെ അല്പമായിട്ട് ചിന്തിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആ തിരുവചനത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നു, ദൈവവചന വ്യവസ്ഥ പ്രകാരം അല്ലാത്ത അത് ഭൂതങ്ങളുടെ ബലിയാണ് എന്ന്, ഭൂതങ്ങളുടെ മേശ അഥവാ ഭൂതങ്ങളുടെ ബലിയാണ് എന്നാണ് ദൈവവചനം തന്നെ പറയുന്നത്. ഇനി നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. എബ്രായ ലേഖനം, അതായത് എബ്രായ ലേഖനത്തിലുള്ള ഒരു പ്രതിപാദ്യ വിഷയം ഞാൻ കഴിഞ്ഞ വീഡിയോ ദൈവിക സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. എബ്രായ ലേഖനം എന്നുള്ള ആ ലേഖനം തന്നെ മുഴുവനും, അതായത് അതിൻ്റെ എല്ലാ 16 അധ്യായങ്ങളും പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. യേശുക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു എന്ന് സ്ഥാപിക്കുന്ന, ദൈവവചനത്താൽ സ്ഥാപിക്കുന്ന ഒരു സംശയലേശമന്യെ സ്ഥാപിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 10-ാം അധ്യായം, ആ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുവാനായിട്ട് ഇപ്പോൾ പോകുന്നത് അതിൽ 8-ാമത്തെ തിരുവചനം മുതൽ, എബ്രായ ലേഖനം 10-ാം അധ്യായം 8-ാമത്തെ തിരുവചനം മുതൽ വായിക്കുകയാണ്. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നും കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് തിരുവചനത്തിൽ പറയുന്നത്. തിരുവചനത്തിൽ വളരെ സ്പഷ്ടമായി പറയാണ്, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഏകയാഗം,
ഏകയാഗം കഴിച്ചതിന് ശേഷം പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അതായത് രണ്ടാമത്തെ വരവിനായി ശത്രുവായ സാത്താനെ പരാജയപ്പെടുത്തി അവനെ കാൽക്കീഴിലാക്കി അവനെ സമ്പൂർണ്ണമായിട്ടും കാര്യം കാൽക്കീഴാക്കുവോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ദൈവസഭയുടെ പൂർണ്ണതയാണ്. ദൈവസഭയുടെ റാപ്ചറിനെ ഉദ്ദേശിച്ചുള്ള ഒരു തിരുവചനമാണിത്. കാര്യം ആ ദൈവസഭയുടെ റാപ്ചർ പൂർത്തിയാകുന്ന സമയത്ത്, ആ റാപ്ചർ നടക്കുന്ന സമയത്ത്, അതായത് രണ്ടാം വരവിൻ്റെ സമയത്ത് സാത്താനായ ലൂസിഫറിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും അന്ത്യം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാര്യം അവിടെ സാത്താനെ ആ സമയത്ത് വരെ ഉള്ളു. പിന്നെ ഒരു സ്വല്പ സമയം എന്ന് പറഞ്ഞാൽ സ്വല്പ സമയത്ത് അഴിച്ചു വിടുന്നുണ്ട്. ഇതിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, മിലേനിയത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സ്വല്പ സമയത്ത് അവനെ അഴിച്ചുവിടും. എങ്കിലും ഈ സമയത്ത് റാപ്ചറിൻ്റെ സമയത്ത് കഴിഞ്ഞിട്ട് ഈ 7 വർഷത്തെ മഹോദരപം വരെയുള്ള അവൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ അവന് ന്യായവിധി. അതാണ് ശത്രുതൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു പറയുന്നത്. അത് കാത്തിരിക്കുന്ന വെച്ചാൽ രാജാവായിട്ട് ഇവിടെ ഭാരിക്കാൻ വേണ്ടി, രാജാതിരാജാവും കർത്താവും വീരനാം ദൈവവും അത്ഭുത മന്ത്രിയുമായിട്ട് കർത്താവ് ഇവിടെ ഭരിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഇവനെ പിടിച്ച്, സാത്താനും അവൻ്റെ ദൂതന്മാരെയും പിടിച്ച് അവരെ തീപ്പൊയ്കയിലാക്കുകയും ഇവനെ ബന്ധിച്ച് അഗാധ കൂപത്തിലാക്കുകയും ചെയ്തിട്ടാണ് 1000 ആണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വാഴുവാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്, കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചതാണ്. ഇനി നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഒരു ദൈവിക ചിന്ത ദൈവം അനുവദിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട്. ഒരു ദൈവിക ധ്യാനം നമ്മൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, ഏകയാഗം കഴിച്ചിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ആ യാഗങ്ങൾ അവർക്ക് പാപപരിഹാരം വരുത്തിയിരുന്നില്ല, അവർക്ക് നല്ല മനസ്സാക്ഷി ലഭിച്ചിരുന്നില്ലെന്ന് തന്നെയാണ് ഇവിടെ മുകളിൽ പറയുന്നത്. അപ്പം ദിവസേന ഇവിടെ പറയുന്നു, ഇപ്പോഴും ദിവസേന പുരോഹിതന്മാർ, ഇവിടെ നമ്മൾ വായിച്ചത് ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷ, അതായത് 11-ാമത്തെ തിരുവചനം, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ടോ, ദൈവവചനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, ഇപ്പോൾ നടക്കുന്ന ഈ റോമാ സഭയുടെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ സഭകളും കൂടെ ദിനംതോറും ചിലപ്പോൾ ഒരു ദിവസം 2, 3, 4 ബലികളൊക്കെ അർപ്പിക്കുന്നുണ്ട്. കണ്ടോ, അത് കൃത്യമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പാപപരിഹാരം ലഭിക്കാത്ത അതേ യാഗങ്ങളെ കഴിച്ചുകൊണ്ട് ദിനംതോറും നിൽക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ടിവിടെ പറയുകയാണ്. 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. കണ്ടോ, യേശുവോ എന്നേക്കും, കണ്ടോ, എന്നേക്കും എന്ന് പറഞ്ഞാൽ ഇനി ഒരു യാഗമില്ല, അതിന് പാപപരിഹാരത്തിനു വേണ്ടി ഒരു യാഗം അവശേഷിക്കുന്നില്ല. യേശുവോ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കും ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. കണ്ടോ, യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്താനുള്ള ഏകയാഗം കഴിച്ച് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇനിയൊരു യാഗവും പാപപരിഹാരത്തിന് വേണ്ടി ശേഷിച്ചിട്ടില്ല, ഒരു ബലിയും ശേഷിച്ചിട്ടില്ല, ഒരു ബലിയും ഇനി അർപ്പിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോഴത്തേക്കാണ് ഈ സഭ, അതായത് റോമാ ഭരണകൂടത്തിന് കീഴെയുള്ള എല്ലാ സഭകളും ഈ ദിവസേന 2, 3 ബലിയർപ്പണം വെച്ച് യാഗങ്ങൾ വെച്ച് നടത്തിക്കൊണ്ടിരുന്നിട്ട് അവർ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ സഭയാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം ഇത് പറയുന്നു. നമ്മൾ കർത്താവായ യേശുക്രിസ്തു കാണിച്ചെന്ന് ബലിയർപ്പണമല്ല അത് ചെയ്യാനല്ല, ഞാൻ അർപ്പിച്ച ബലി അർപ്പിക്കാനല്ല കർത്താവ് പറയുന്നത്. ഞാൻ ഇത് ചെയ്തതിൻ്റെ എൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയാചരിക്കുക, ഞാൻ വരുവോളം എൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയാചരിക്കാൻ മാത്രമാണ് പറയുന്നത്. ബലിയർപ്പിക്കാനല്ല പറയുന്നത്, യാഗമർപ്പിക്കാനല്ല പറയുന്നത്. അതിൻ്റെ ഓർമ്മ, അത് ബലിയല്ല, അതിൻ്റെ ഓർമ്മയാണ്, ഓർമ്മയാചരിക്കുവാനാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഓർമ്മ ആചരിക്കാൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് 11-ാം അധ്യായത്തിൽ, ഇപ്പോൾ സമയം കടന്നു പോയതുകൊണ്ട് ഞാൻ അതിലേക്കാണ്, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഈ ഓർമ്മ ആചരിക്കേണ്ടതെന്ന് കൃത്യമായി കർത്താവ് തന്നെ പൗലോസിലേക്ക് വെളിപ്പെടുത്തി കൊടുത്ത വേദഭാഗങ്ങളുണ്ട്.
അപ്പോൾ ആ വേദഭാഗങ്ങൾ വായിക്കുക. 1 കൊരിന്ത്യർ 11 അധ്യായം, അതിൽ 37 മുതലുള്ള 36 മുതലുള്ള തിരുവചനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ എബ്രായ ലേഖനം 7:17, 7 അധ്യായം 17 വാക്യം, പിന്നെ 10 അധ്യായം 12 വാക്യം, 1 പത്രോസ് എഴുതിയ 1 ലേഖനം 2:9, അത്രയും അവിടെയൊക്കെ പറയുന്നത് ഈ ഏകയാഗമാണ്. ഈ യാഗം ഇനി പാപപരിഹാരത്തിന് യാഗം അർപ്പിക്കേണ്ടയില്ല. പുരോഹിത ശുശ്രൂഷ ഇപ്പോൾ ഈ യാഗം അർപ്പിക്കുന്ന, അതായത് കർമാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന പുരോഹിത ശുശ്രൂഷ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ദൈവസഭയിലുള്ള സകല വിശുദ്ധരും പുരോഹിതന്മാരാണ്. തൻ്റെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമെന്നാണ് 2 പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം 9 തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ സർവ്വരും, ഇന്ന് ദൈവസഭയിലുള്ള സർവ്വരും രാജകീയ പുരോഹിതവർഗമാണ്. ഈ രാജകീയ പുരോഹിതവർഗം എന്ന് പറഞ്ഞാൽ രാജാവാകാൻ പോകുന്നതേ ഉള്ളൂ. അക്ഷരികമായിട്ട് 1000 ആണ്ട് വാഴ്ചയിലാണ് രാജാവാകാൻ പോകുന്നത്. ഇപ്പോൾ പുരോഹിതന്മാരാണ് അവരെല്ലാവരും. പക്ഷെ അവർ കർമാചാരങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരല്ല. ദൈവത്തോട് മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന പുരോഹിതന്മാരാണ്. ഈ കർമാചാരങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരല്ല. അവരുടെ ആ ആവശ്യങ്ങൾ ദൈവത്തോട്, കാര്യം ഈ ജനത്തിൻ്റെ, പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ ജനത്തിൻ്റെ ആവശ്യങ്ങൾ, ദൈവസഭയുടെയും ജാതിയരുടെയും ആവശ്യങ്ങൾ ദൈവസന്നദ്ധിയിൽ നിന്ന് ആ ഇടിവ് നിൽക്കുന്നു. ആ ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ പുരോഹിതന്മാർക്കുള്ളത്. അല്ലാണ്ട് ബലിയർപ്പണങ്ങൾ, കർമാചാരങ്ങളിൽ നടത്തുവാൻ ഒരു പുരോഹിതനും ദൈവം പുതിയ നിയമത്തിൽ അനുവാദം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടി ദൈവത്തോട് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അർപ്പിക്കുക എത്രേ വേണ്ടത്. അതിനു വേണ്ടി ദൈവം സ്വയം എല്ലാവർക്കും അതിന് അധികാരം കൊടുത്തിട്ടുണ്ട്. കാര്യം എല്ലാവരും രാജകീയ പുരോഹിത വർഗം തന്നെയാണ്. എങ്കിലും അതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി 5 ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ദൈവം 5 ശുശ്രൂഷകളെ ദൈവസഭയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ ഈ തിരുവചനത്തെ, അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ദിവ്യബലി എന്ന് പറയുന്ന ആ ആചാരത്തിനോട്, ആ കർമാചാരവുമായിട്ട് ദൈവവചനത്തിനോ ദൈവത്തോടോ ദൈവത്തിൻ്റെ വചനത്തോടോ യാതൊരു ബന്ധവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ 2-3 വചനങ്ങൾ ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. ഇതിന് നിരവധി വചനങ്ങളുണ്ട്. നിങ്ങൾ ഈ വചനങ്ങളൊക്കെ, എബ്രായ ലേഖനങ്ങളൊക്കെ വായിക്കുക. അതുപോലെ കൊരിന്ത്യ ലേഖനങ്ങൾ, നിങ്ങൾ തിരുവചനം പുതിയ നിയമം വായിക്കുക. പുതിയ നിയമം വായിക്കുമ്പോഴത്തേക്ക് ഈ പ്രമാണങ്ങളെല്ലാം പുതിയ നിയമസഭയുടെ, ദൈവസഭയുടെ പ്രമാണങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിലും ഭൂമിയിലും നല്ല പ്രതിഫലത്തിന് കാരണമായി തീരട്ടെ എന്നുള്ള പരിപൂർണമായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ തിരുവചന ഭാഗത്തെ ഞാൻ ഇവിടെ ചുരുക്കുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് തന്നെയുള്ള ഈ ദൈവവചന ധ്യാനവുമായിട്ട് വരാം. കർത്താവ് അനുഭവിച്ചാൽ വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നമ്മളെ സഹായിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ, മാറാനാഥ, മാറാനാഥ. കർത്താവായ യേശുവേ, വേഗം വരേണം.